അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, സൈനസ്ഫുഡ്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറച്ചിയും കപ്പയും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇറച്ചിയും കപ്പയുമാണ്. ഇത് കപ്പ ബിരിയാണി അല്ല കേട്ടോ, ഒരു നാടൻ ഇറച്ചിയും കപ്പയും. ഇതെൻ്റെ ഉമ്മ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ്. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പ എടുത്ത് നന്നായി വാഷ് ചെയ്ത് അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കപ്പ എങ്ങനെ തൊലിച്ചെടുക്കുക നോക്കാം. ആദ്യം ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കുക. മുറിക്കാതെയും ഇത് തൊലിക്കാം കേട്ടോ. ബിഗിനേഴ്സിന് കൂടുതൽ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ മുറിച്ച് കാണിക്കുന്നത്. അതിന് ശേഷം ഓരോ പീസ് എടുത്ത് ആദ്യം കപ്പ ഇങ്ങനെ ഒന്ന് കൊത്തുക, ചെറുതായി കൊത്തുക. അതിന് ശേഷം കത്തി ഒന്നിങ്ങനെ ചെരിച്ച് പിടിച്ചാൽ ഈ തൊലി ഇങ്ങനെ പോന്ന് കിട്ടും. കണ്ടോ, ഇതുപോലെ. ഇങ്ങനെ എളുപ്പത്തിൽ തൊലിച്ചെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഈ ചുവന്ന ഭാഗം റിമൂവ് ചെയ്യണം കേട്ടോ. അങ്ങനെ വെള്ള കളറാവണം. 2 തൊലിയുണ്ട്. മേലത്തെ തൊലി മാത്രമല്ല, ഈ ഭാഗം കൂടി കളയണം. ഇപ്പോൾ കപ്പയുടെ തൊലി എങ്ങനെ കളയുമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. കപ്പയെല്ലാം ഞാനിവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കി എടുക്കണം. ഇങ്ങനെ കൊത്തിയെടുക്കുക. ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ വരുന്ന ഈ ഭാഗം കളയണം. അതല്ലെങ്കിൽ കപ്പ വെച്ച് കഴിഞ്ഞാൽ ഇത് കടിക്കും. കണ്ടോ, ഇതിൻ്റെ നടുവിൽ വരുന്ന ഇത് റിമൂവ് ചെയ്യണം. ഈ കപ്പക്ക് ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നാണ് പറയുക, പൂളക്കിഴങ്ങ് എന്നാണ് പറയുക. പല ഭാഗത്തും പല പേരാണ്. ഞങ്ങളിതിന്, ഈ വിഭവത്തിന് ഇറച്ചിയും പൂളിയും അതല്ലെങ്കിൽ എല്ലും പൂള അങ്ങനെയൊക്കെ പറയും. ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് കപ്പയും ബീഫും എന്ന് പറഞ്ഞെന്ന് മാത്രം. ചില ഭാഗത്തേക്ക് ഇതിന് മരച്ചീനി എന്ന് പറയും, ചില ഭാഗത്തേക്ക് ഇതിന് കൊള്ളിക്കിഴങ്ങെന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട് ഇതിന്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ പൂളക്കിഴങ്ങ് എന്ന് തന്നെ പറയുക. ഈ ഭാഗമാണ് റിമൂവ് ചെയ്യുന്നത്. കപ്പയും ബീഫും ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫ്, 1 കിലോ കപ്പ. ഇതിനു വേണ്ടി കുറച്ച് നെയ്യോട് കൂടിയുള്ള എല്ലുള്ള ബീഫാണ് എടുക്കാറ്. പോത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ഇറച്ചി വാങ്ങിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് എല്ലുള്ള ഇറച്ചി കിട്ടും.
അതാണ് ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. ഇനി ആദ്യം ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഈ ബീഫിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇവ 4ഉം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 6 ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണിത്, അത് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്തതിന് ശേഷം ബീഫിൽ ഈ മസാല എല്ലാം ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇങ്ങനെ നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് വേവിച്ചെടുക്കുക. ഇനി കുക്കർ അടുപ്പിൽ വെച്ച് മൂടി വെച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് 3/4 വേവാകുന്നത് വരെ വേവിക്കുക. ഞാനിവിടെ 3 വിസിലാണ് കൊടുക്കുന്നത്. അപ്പോഴേക്കും 3/4 വേവായി കിട്ടും. നിങ്ങളെടുക്കുന്ന ബീഫിനും കുക്കറിനും അനുസരിച്ച് വിസിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ കുക്കർ വെച്ച് 3 വിസിൽ വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 3/4 വേവായിട്ടുണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റുക. അതിൻ്റെ പ്രഷറെല്ലാം പോകട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട കപ്പ വേവിച്ചെടുക്കാം. അതിനു വേണ്ടി നേരത്തെ മുറിച്ച് നന്നായി വാഷ് ചെയ്ത് വെച്ചിരുന്ന കപ്പ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കപ്പ മൂടുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുക. ഇത് നന്നായി തിളച്ച് വരട്ടെ. കപ്പ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ 3-4 മിനിറ്റ് തിളപ്പിക്കുക, കൂടുതൽ വേണ്ട. കപ്പ ഇപ്പോൾ 3-4 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലുള്ള ഈ വെള്ളം ഊറ്റിക്കളയണം. ഇതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കപ്പ കൊണ്ട് എന്തുണ്ടാക്കുമ്പോഴും ഇങ്ങനെ കട്ട് കളഞ്ഞെടുത്താൽ വയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി വെള്ളം ഊറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു മൂടി വെച്ച് ഈ വെള്ളം ഊറ്റിക്കളയാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി തുറന്നിട്ടുണ്ട്. ബീഫ് ഇതാ ഇവിടെ 3/4 വേവായി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിരുന്ന കപ്പ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കപ്പയും ബീഫും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ബീഫിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. ഇത് കപ്പയിലേക്കുള്ള ഉപ്പ് കൂടി ഇനി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല, ഇല്ലെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ചതിന് ശേഷം ഒരു വിസിൽ കൂടി കൊടുക്കുക. കൂടുതൽ വേണ്ട, ഒരു വിസിൽ കൊടുത്താൽ മതി. അപ്പോഴേക്കും കപ്പയും ബീഫും നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി തുറന്നിട്ടുണ്ട്. കപ്പയും ബീഫും നന്നായി വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത കപ്പ പെട്ടെന്ന് വേവുന്നതായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു വിസിൽ കൊടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പക്കനുസരിച്ച് വിസിൽ കൂട്ടാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കപ്പ ചെറുതായി ഒന്ന് ഉടച്ചെടുക്കണം. കപ്പ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി നന്നായി വന്നിട്ടുണ്ട്. കുക്കർ മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഉള്ളിയും കറിവേപ്പിലും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ബീഫിലേക്ക് ഒഴിക്കാം. ഉള്ളി ബീഫിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. 2-3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.